ഹൈഡ്രോളിക് ജാക്കും ബ്രേക്ക് സിസ്റ്റത്തിനുമായി ഹൈഡ്രോളിക് സർക്യൂട്ട് കണ്ടെത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഈ സെക്ഷനിലേക്ക് സ്വാഗതം. ഈ മൊഡ്യൂൾ നിങ്ങളെ അറിവും കഴിവുകളും കൊണ്ട് സജ്ജമാക്കാൻ ലക്ഷ്യമിടുന്നു. ഒരു ഹൈഡ്രോളിക് ജാക്ക് സിസ്റ്റത്തിലെ ഒരു ഹൈഡ്രോളിക് സർക്യൂട്ടിന്റെ ഘടകങ്ങളും ഫ്ലോയും കണ്ടെത്തുകയും വിശദീകരിക്കുകയും ചെയ്യുക. ആവശ്യമായ ഉപകരണങ്ങളും മെറ്റീരിയലുകളും: ട്രെയിനീസ് ടൂൾ കിറ്റ്, ഹൈഡ്രോളിക് ജാക്ക് ട്രോളി ടൈപ്പ്, കോട്ടൺ വേസ്റ്റ് ആവശ്യാനുസരണം, ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ആവശ്യാനുസരണം. ഭാരമുള്ള വസ്തുക്കൾ ഉയർത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ജാക്ക്, പ്രത്യേകിച്ച് മോട്ടോർ വാഹനത്തിൻ്റെ ആക്സിൽ ഉയർത്താൻ. മെക്കാനിക്സിൽ അവതരിപ്പിച്ചിരിക്കുന്ന ജാക്കുകളുടെ തരങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ബേസിക്കലി 2 തരം ജാക്കുകൾ ഉണ്ട്. ആദ്യത്തെ തരം ഹൈഡ്രോളിക് ജാക്ക് ആണ്. ഇത് ബലം വർദ്ധിപ്പിക്കുന്നതിന് ഹൈഡ്രോളിക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഓയിൽ പോലെയുള്ള കംപ്രസബിൾ ഫ്ലൂയിഡ്സ് ഉപയോഗിക്കുന്നു. മറ്റൊരു തരം പോർട്ടബിൾ ഫ്ലോർ ജാക്ക് ന്യൂമാറ്റിക് ജാക്ക് ആണ്. ഇത് കാറുകളോ ട്രക്കുകളോ പോലെയുള്ള വാഹനങ്ങൾ ഉയർത്താൻ കംപ്രസ് ചെയ്ത വായു ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് ഹൈഡ്രോളിക് റിസർവോയറിനെ കുറിച്ച് പഠിക്കാം. ഹൈഡ്രോളിക് സംവിധാനങ്ങൾക്ക് ആവശ്യമായ ഓയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ടാങ്ക് ആണിത്. ഓയിലിൽ നിന്ന് ചെറിയ പാർട്ടിക്കിൾസ് നീക്കം ചെയ്ത് ഓയിൽ ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തി അവ ക്ലീനറായി പ്രവർത്തിക്കുന്നു. പൈപ്പുകളിലെ ലിക്വിഡ് ഫ്ലോ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഒരുതരം വാൽവാണ് പ്ലങ്കർ വാൽവ്. വാൽവ് തുറക്കുന്നതിനോ അടയ്ക്കുന്നതിനോ ഒരു പ്ലങ്കർ മുകളിലേക്കോ താഴേക്കോ നീക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കിത് മാനുവലായോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലായോ ചെയ്യാൻ കഴിയും. ഈ വാൽവുകൾ വളരെ ചൂടുള്ള സ്ഥലങ്ങളിൽ വളരെ ഉപയോഗപ്രദമാണ്. കാരണം പൈപ്പുകളിലൂടെ എത്ര അളവ് ഫ്ലൂയിഡ് കടന്നു പോകുന്നു എന്ന് വളരെ കൃത്യമായി നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു. ഒരു നോൺ റിട്ടേൺ വാൽവ് അല്ലെങ്കിൽ ചെക്ക് വാൽവ് ഒരു വശത്തേക്ക് മാത്രം ചാഞ്ചാടുന്ന ഒരു വാതിൽ പോലെയാണ് ഇത്. ഒരു ദിശയിലേക്ക് ലിക്വിഡ് ഒഴുകാൻ അനുവദിക്കുന്നു, പക്ഷേ പിന്നിലേക്ക് മടങ്ങുന്നത് തടയുന്നു. ഇത് പൈപ്പ് ലൈനുകളിലെ ലിക്വിഡ് ഒഴുക്ക് നിയന്ത്രിക്കാനും അനാവശ്യമായ തിരിച്ചുവരവ് തടയാനും സഹായിക്കുന്നു. ഹൈഡ്രോളിക് റിലീഫ് വാൽവുകൾ സിസ്റ്റം പ്രഷർ പരിമിതപ്പെടുത്തുകയും പരമാവധി ഔട്ട്പുട്ട് ഫോഴ്സ് നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ട് ഘടകങ്ങളെ സംരക്ഷിക്കുന്നു. ഹൈഡ്രോളിക് പ്രഷർ ബാലൻസ് ചെയ്യാൻ അവ ക്രമീകരിക്കാനാവുന്ന സ്പ്രിംഗ് ഫോഴ്സ് ഉപയോഗിക്കുന്നു. പ്രീസെറ്റ് പ്രഷർ കാരണം വാൽവ് തുറക്കുമ്പോൾ അത് ചൂട് പുറത്തുവിടുന്നു. ഒരു സിലിണ്ടറിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഓയിൽ നീക്കാൻ പമ്പ് പ്ലങ്കർ ഉപയോഗിച്ചാണ് ഹൈഡ്രോളിക് ജാക്കുകൾ പ്രവർത്തിക്കുന്നത്. പ്ലങ്കർ പിന്നിലേക്ക് വലിക്കുമ്പോൾ അത് ഒരു സക്ഷൻ വാൽവിലൂടെ പമ്പ് ചേമ്പറിലേക്ക് ഓയിൽ വലിച്ചെടുക്കുന്നു. തുടർന്ന് പ്ലങ്കർ മുന്നോട്ട് തള്ളുമ്പോൾ ഒരു ഡിസ്ചാർജ് ചെക്ക് വാൽവ് വഴി ഓയിൽ സിലിണ്ടർ ചേമ്പറിലേക്ക് തള്ളുന്നു. സിലിണ്ടറിലെ ഈ പ്രഷർ കനത്ത ഭാരം ഉയർത്താൻ ജാക്കിനെ അനുവദിക്കുന്നു. ഒരു ഹൈഡ്രോളിക് ജാക്കിൽ കനത്ത ഭാരം എളുപ്പത്തിൽ ഉയർത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന നിരവധി പ്രധാന ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ആദ്യം റിസർവോയർ അല്ലെങ്കിൽ ബഫർ ടാങ്ക് ഉണ്ട്. ഹൈഡ്രോളിക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ പമ്പ് ഓയിൽ സൂക്ഷിക്കുന്ന ഒരു പാത്രം. ലിഫ്റ്റിംഗ് മെക്കാനിസത്തിലേക്ക് പ്രഷർ ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ ഈ ഫ്ലൂയിഡ് നിർണായക പങ്ക് വഹിക്കും. അടുത്തതായി നമുക്ക് പമ്പ് ഉണ്ട്. സാധാരണയായി ഒരു പിസ്റ്റൺ പമ്പ് ലിവർ അല്ലെങ്കിൽ ഹാൻഡിൽ മുകളിലേക്കും താഴേക്കും നീക്കി ഇത് സജീവമാക്കുന്നു. നിങ്ങൾ ഹാൻഡിൽ നീക്കുമ്പോൾ അത് ഹൈഡ്രോളിക് ഫ്ലൂയിഡിൽ പ്രഷർ ഉണ്ടാക്കുന്നു. ഈ പ്രഷർ ഉള്ള ഫ്ലൂയിഡ് ഒരു ചെക്ക് വാൽവിലൂടെ നയിക്കപ്പെടുന്നു. അത് ഒരു ദിശയിൽ മാത്രം ഒഴുകുന്നുവെന്ന് ഉറപ്പാക്കുന്നു. ഇപ്പോൾ മാജിക് സംഭവിക്കുന്നു. പ്രഷറോടുകൂടിയുള്ള ഫ്ലൂയിഡ് പ്രധാന സിലിണ്ടറിലേക്ക് പ്രവേശിക്കുന്നു. പലപ്പോഴും റാം എന്ന് വിളിക്കപ്പെടുന്നു. ഹൈഡ്രോളിക് മർദ്ദം സിലിണ്ടറിനുള്ളിലെ പിസ്റ്റണിൽ പ്രവർത്തിക്കുന്നു. ഇത് റാം മുകളിലേക്ക് നീട്ടാൻ ഇടയാക്കുന്നു. അവിടെ നിങ്ങൾക്ക് ഹെവി ലോഡ് ഉയർത്താൻ ആവശ്യമായ ലിഫ്റ്റിംഗ് ഫോഴ്സ് ഉണ്ട്. എന്നാൽ മുകളിലേക്ക് പോകുന്നത് താഴേക്ക് വരണം. ലോഡ് സുരക്ഷിതമായി കുറയ്ക്കുന്നതിന് ഒരു റിലീഫ് വാൽവ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റിലീഫ് വാൽവ് തുറക്കുന്നത് പ്രഷർ ചെലുത്തിയ ഫ്ലൂയിഡ് റിസർവോയറിലേക്ക് മടങ്ങാൻ അനുവദിക്കുന്നു. പ്രഷർ പുറത്തുവിടുമ്പോൾ റാം പിൻവലിക്കുന്നു. സാവധാനം ലോഡ് താഴ്ത്തുന്നു. ഭാരമുള്ള വസ്തുക്കളെ കൃത്യമായി ഉയർത്തുന്നതിനോ താഴ്ത്തുന്നതിനോ സ്ഥാപിക്കുന്നതിനോ ആവശ്യമുള്ളതുപോലെ ഈ പ്രക്രിയ ആവർത്തിക്കാം. ഇങ്ങനെയാണ് ഒരു ഹൈഡ്രോളിക് ജാക്ക് ഹെവി ലോഡ് ഉയർത്തുന്നത് എളുപ്പമാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ വിഷയത്തിൻ്റെ അവസാനത്തിലാണ്. ഈ വിഷയത്തിൽ നമ്മൾ പഠിച്ചത് ഹൈഡ്രോളിക് ജാക്കുകൾ കനത്ത ലോഡുകളോ വാഹനങ്ങളോ ഉയർത്താൻ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഉപയോഗിക്കുന്നു.